സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് ആലപ്പുഴയിലും തുടക്കമായി. സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങൾ വിശദീകരിച്ചും സേവനങ്ങൾ ലഭ്യമാക്കിയുമുള്ള മേള മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മെയ് 12-ന് മേള അവസാനിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്റ്റാളുകൾ മാത്രമല്ല, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനവും സേവനങ്ങളും മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ അതിദാരിദ്ര്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നത്, അതിന്റെ വിജയത്തിലേക്ക് എത്തുന്നത്. ഇതാണ് ഒരു സർക്കാരിന്റെ നിലപാടിന്റെ, ഒരു സർക്കാർ ആരോടാണ്, എന്താണ് മുന്തിയ പരിഗണന, സർക്കാരിന്റെ ഏറ്റവും പ്രമുഖമായ അജണ്ടകൾ എന്താണ് എന്ന് ചോദിക്കുന്നിടത്ത് ഈ സർക്കാരിന്റെ ഒന്നാമത്തെ അജണ്ട ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പ്രശ്നമാണ്. ഈ സർക്കാരിന്റെ ഒന്നാമത്തെ അജണ്ട ഈ നാട്ടിലെ അതിദാരിദ്ര്യാവസ്ഥയുള്ള ജനതയെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയോടുകൂടി ഇടപെടുകയും ആയിരുന്നു. അതാണ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രമുഖമായ നേട്ടം എന്ന് പറയട്ടെ. 200 ശീതീകരിച്ച സേവന വാണിജ്യ സ്റ്റാളുകൾ, ഭക്ഷ്യമേള, സിനിമാ പ്രദർശനം, തീം സ്റ്റാൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ സെമിനാറുകൾ, പ്രമുഖ കലാകാരന്മാരുടെ കലാസന്ധ്യ തുടങ്ങിയവയും അരങ്ങേറും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ നടക്കുന്ന മേളയിൽ പ്രവേശനം സൗജന്യമാണ്. ആർക്കും സമരം ചെയ്യാവുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക, യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ പോലും സ്വാഭാവികമായി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ വസ്തുതകളായി അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്. ആ വസ്തുതകളാണ് ഈ പ്രദർശനങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചൂണ്ടിക്കാണിക്കലിൽ പിഴവുകളുണ്ടോ, തെറ്റുകളുണ്ടോ, തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. മേളയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത മുഖാമുഖം പരിപാടി രാവിലെ നടന്നു. വിവിധ മേഖലകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 500 പേരാണ് പരിപാടിയുടെ ഭാഗമായത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.